മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പത്രമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ബിസിനസ് ലൈൻ, എക്കണോമിക്സ് ടൈംസ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് ബ്രെക്സിറ്റ് എന്ന വാക്ക്. അതെന്താണ് എന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് കാഷ്വലി ചോദിക്കുകയുണ്ടായി. ഒരു സീരിയസ് സംശയമായിട്ടല്ല. അത് ഞാനിവിടെ വിവരിക്കാൻ കാരണം, നമ്മുടെ നാട് ബ്രെക്സിറ്റുമായിട്ട് ഒത്തിരി അധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടൻ എന്ന വാക്കിൻ്റെ BR-ഉം എക്സിറ്റ് എന്ന വാക്ക്, ബ്രിട്ടൻ എന്ന പേര്, എക്സിറ്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോവാം, അതിൻ്റെ എക്സിറ്റും കൂടി ചേർത്തിട്ടാണ് ബ്രെക്സിറ്റ് ഉണ്ടായത്. ഈ ബ്രെക്സിറ്റ് എന്ന വാക്ക് മനസ്സിലായില്ലെങ്കിൽ ശരിക്ക് നമുക്ക് വലിയ കുറേ കാര്യങ്ങൾ, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇൻഡെപ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ബ്രിട്ടൻ യൂറോപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു, പുറത്തേക്ക് പോയി. യഥാർത്ഥത്തിൽ യൂറോപ്യൻ കോണ്ടിനെന്റിന്റെ ഭാഗമല്ല ഇംഗ്ലണ്ട്, ബ്രിട്ടൻ. അവരിൽ കുറേ പേര് നമ്മൾ യൂറോപ്പല്ല, യൂറോപ്പുമായിട്ട് ചേരേണ്ട, സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, ഈ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വൺ എമംഗ് ദി ഗ്രൂപ്പ് എന്നാക്കണ്ട, നമ്മൾ പ്രോമിനന്റ് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ അവിടെ കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരും ജനങ്ങളും ഒക്കെ ശ്രമിച്ചു. അവസാനം എന്ത് വേണമെന്ന് ഇലക്ഷനിലൂടെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് 2 ആഴ്ച മുമ്പ് ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ ഭൂരിഭാഗം വ്യക്തികളും യൂറോപ്പിന്റെ കൂട്ടത്തിൽ വേണ്ട, യൂറോപ്യൻ യൂണിയനിൽ വേണ്ട, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. പക്ഷെ യൂറോപ്യൻ യൂണിയന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം തമിഴ്നാട്ടിലേക്കും, തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലേക്കും കർണാടകയിലേക്കും കൊണ്ടുപോകാൻ വലിയ പ്രോബ്ലമില്ല. ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ, എക്സാക്ട്ലി അത് അങ്ങനെയല്ല, ഏതാണ്ട് അതുപോലെ യൂറോപ്പിലെ ഏത് രാജ്യങ്ങളിലേക്കും തൊഴിലാളികളെ കൊണ്ടുപോകാനും പുതിയ പുതിയ ഇൻഡസ്ട്രി തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും നമ്മൾ ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തുടങ്ങുന്ന ലാഘവത്തോടുകൂടി ഇംഗ്ലണ്ട് യൂറോപ്പിനകത്തുണ്ടെങ്കിൽ അവർക്കത് സാധിക്കുമായിരുന്നു. പക്ഷെ യൂറോപ്പിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ, ഇപ്പൊ യൂറോപ്പിന്റെ ഭാഗമല്ലാതെ വന്നപ്പോൾ, ഇംഗ്ലണ്ടിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും ഇംഗ്ലണ്ടിന്റെ വികസനത്തിനും ഇംഗ്ലണ്ടിൻ്റെതായിട്ടുള്ള എക്കണോമിക്കൽ കണ്ടീഷനും അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു രാജ്യം മാതിരിയായിപ്പോയി, ഒരു ശ്രീലങ്ക മാതിരിയായിപ്പോയി. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ തൊഴിലാളികളെ കിട്ടാനും അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാനും അവിടെ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനും ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഫെസിലിറ്റികളൊന്നും കിട്ടില്ല. ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് രാജ്യമായിപ്പോയി, ഒരു സൂപ്പർ ഈഗോ മാതിരി എന്ന് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി അതേപോലെയല്ല. അപ്പോൾ ഒറ്റയ്ക്കായപ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങൾക്ക് ബ്രിട്ടനോടുള്ള താല്പര്യം കുറഞ്ഞു, ബ്രിട്ടന്റെ ശക്തി കുറഞ്ഞു. ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ബ്രിട്ടനിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചാൽ പുറത്തേക്ക് പോകാനും പുറത്തേക്ക് പോയത് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന് വിൽക്കാനും തൊഴിലാളികൾക്ക് ബ്രിട്ടനിലേക്ക് വരാനും ബ്രിട്ടനിലുള്ളവർക്ക് പുറത്തു പോകാനുമുള്ള കണ്ടീഷൻസ് എല്ലാം വ്യത്യാസമായപ്പോൾ ധാരാളം കമ്പനികൾ, നമ്മളുടെ ടാറ്റ കമ്പനി ഉൾപ്പെടെ റിലയൻസ് കമ്പനി ഉൾപ്പെടെ ബ്രിട്ടനിലുള്ള പലരും ഇപ്പൊ പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബിസിനസ് തുടരണമോ പുറത്തേക്ക് പോകണമോ? അങ്ങനെയാണ് ഹംഗറി, പോളണ്ട് തുടങ്ങിയ കുറേ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടനിൽ
ഇൻഡസ്ട്രി തുടങ്ങിയവരെ അതവിടെ പൂട്ടി ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാവിധ സഹായവും ചെയ്യാം എന്ന് പറഞ്ഞ വാഗ്ദാനം നമ്മളുടെ സുഷമ സ്വരാജ് ഉൾപ്പെടെ ഉള്ളവർക്ക് കൊടുത്തത്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് വ്യവസായങ്ങൾ പോകും, ബ്രിട്ടനിലെ ഉൽപാദനക്ഷമത കുറയും, ബ്രിട്ടനിൽ ഇതുവരെ ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ ഇല്ലാതെയാകും, ബ്രിട്ടന്റെ വളർച്ചാ നിരക്ക് കുറയും, ബ്രിട്ടനിലേക്കും ബ്രിട്ടനിൽ നിന്നുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും എല്ലാം കണ്ടീഷൻ മാറും. അത് മാറിയ ഉടനെ ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടൻ പൗണ്ടിന്റെ വില അങ്ങ് കുത്തനെ താഴ്ന്നു. ബ്രിട്ടനെ പോലെ ഒരു രാജ്യത്തിന് ഇതുമാതിരി ഒന്ന് സംഭവിക്കുമ്പോൾ അത് ലോക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ബ്രെക്സിറ്റ് എന്ന വാക്ക് ബ്രിട്ടന്റെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എക്സിറ്റ് എന്ന വാക്കാണ്. ഇതെന്തിനാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പറയുന്നത്? അത് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ നാട് ഏതെല്ലാം വിധത്തിലുള്ള ചാലഞ്ചുകൾ, വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നോ അവിടെയെല്ലാം നമുക്ക് അജയ്യമായിട്ട് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടെ ഫിനാൻഷ്യൽ മാന്ദ്യം സംഭവിച്ചോ, സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചപ്പോ ഭാരതം ഉറച്ചു പിടിച്ചു നിന്നു. നെഗറ്റീവുകളെ ഭാരതത്തിന് പോസിറ്റീവാക്കാൻ സാധിക്കും. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഡോളറിന്റെ മൂല്യം 67 നിൽക്കുന്നു. ഇപ്പോ ഇന്നലെ 15 പൈസ കുറഞ്ഞു, മിനിഞ്ഞാന്ന് 20 പൈസ കൂടി. പക്ഷേ ബ്രിട്ടന്റെ പൗണ്ടിന്റെ വിലയൊക്കെ കണ്ടമാനം കുറഞ്ഞു. ഏതാണ്ട് ഒരു ഡോളറിന് 70 രൂപ വരെ ആകുമെന്ന് ഭയപ്പെട്ടിരുന്നതായിട്ടില്ല ഭാരതത്തില്. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ശരിക്ക് ഒരു താരതമ്യം കൂടി ചെയ്യാം. ഭാരതത്തിൽ ഇന്ന് ഡിഫൻസിന് ഉപയോഗിക്കുന്ന തോക്കുകളും വിമാനങ്ങളും പീരങ്കികളും എല്ലാം AK ആന്റണിയെ പോലെ തന്നെ ഉറങ്ങുന്നവർക്ക് മാത്രം പറ്റിയതാണ്. കുറെ കാലം ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ഭാരതത്തിലെ ഡിഫൻസ് ഡൗൺ ടു എർത്ത്, ഗ്രൗണ്ട് ലെവലിലായി, ഒരു പ്രയോജനം ഇല്ലാത്ത ലെവലിലായി. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഡിഫൻസിനെ ചെറുതായിട്ട് മാറ്റിയാൽ പോരാ, അടിമുടി മാറ്റണം എന്നറിഞ്ഞുകൊണ്ട് ചൈനയുടെ വെല്ലുവിളിയും പാകിസ്ഥാന്റെ വെല്ലുവിളിയും, ഇപ്പോ റംസാൻ പീരീഡില് വിശുദ്ധ ഹലാൽ ചിക്കൻ കൊല്ലണ മാതിരി ബംഗാളിൽ നടന്ന കൂട്ടക്കൊലയും അവിടുന്ന് തീവ്രവാദികൾ ഭാരതത്തിലേക്ക് വരികയും ബർമ്മയുമായിട്ടുള്ള ബന്ധവും എല്ലാം ഭാരതത്തിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ തകർന്നു പോയ ഭാരതത്തിലെ ആർമി, നേവി, എയർഫോഴ്സിനെ ആ ഒന്നും ചെയ്യാത്ത നെഗറ്റീവിനെ അടിമുടി ചാണകവെള്ളം തളിച്ച് ക്ലീൻ ചെയ്യാനുള്ള വിധത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അവസരമാക്കി അതിനെ മാറ്റി. ഇവിടെ വികസിപ്പിക്കുന്നത് ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വികസനം. ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ ഭാരതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിവരിക്കാൻ വേണ്ടിയാണ് ബ്രെക്സിറ്റ് എന്ന വാക്കിന്റെ ഇന്നത്തെ സാമ്പത്തിക പ്രയോജനം അല്ലെങ്കിൽ പ്രാധാന്യം വിവരിച്ചത്. നമ്മളിതൊക്കെ അറിയണം. നമ്മുടെ നാടിനെ സ്വാധീനിക്കുന്ന നന്മതിന്മകള്, അതിൻ്റെ ഗുണദോഷങ്ങള് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നല്ല, പക്ഷേ നമ്മളിതെല്ലാം അറിയണം. അതുകൊണ്ടാണ് ഇത് വിവരിച്ചത്. പ്രണാമം, നമസ്കാരം.